ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നാടൻകായ് വഴുതിരിങ്ങ ഒരു മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. ഇപ്പോൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ ഞാനിവിടെ 4 വഴുതിരിങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ഈ നെട്ടിയുടെ ഭാഗം. എന്നിട്ട് ഇതുപോലെ നടുവായി ഒന്ന് കീറിക്കൊടുക്കാം. ഇതിനെ ചെറിയ ഒന്ന് പീസാക്കിയിട്ട് ഒരു നീളത്തിലാണ് കേട്ടോ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ പീസാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് നടുവായി കീറിയത്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും. ഇതെല്ലാം ഒന്ന് ചേർത്ത് ഇളക്കിയ ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് വേവ് വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേകണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. വഴുതിരിങ്ങ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വഴുതിരിങ്ങ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കണം. ഇതെല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി വഴുതിരിങ്ങ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൈഡ് ഡിഷായിട്ട് ഇതുപോലൊരു വഴുതിരിങ്ങ മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.